നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആനുകൂല്യങ്ങൾ ആരുടെയും ഔദാര്യമല്ലെന്നും അർഹതപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കണമെന്നും വി.കെ. ശ്രീകണ്ഠൻ MP. പാവങ്ങളുടെ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകണം. പാലക്കാട്ട് നായിഡു ഫാമിലി വെൽഫെയർ അസോസിയേഷന്റെയും ചക്കില സമുദായ കൂട്ടായ്മയുടെയും ജില്ലാ സമ്മേളനങ്ങൾ. ഇരു സമുദായങ്ങളും ഉന്നയിച്ച അവഗണന സംബന്ധിച്ച പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. തൃശൂർ വിയ്യൂരിലെ ജ്വല്ലറിയിൽ കവർച്ച. ഷട്ടറിന്റെ പൂട്ട് തകർത്ത് അകത്തു കടന്ന മോഷ്ടാക്കൾ 8 കിലോ വെള്ളി ആഭരണങ്ങൾ കവർന്നു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. MLA ഫണ്ട് ഉപയോഗിച്ചുള്ള പ്രവൃത്തികളുടെ കരാർ സ്വകാര്യ ഏജൻസികൾക്ക് നൽകരുതെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ. മുണ്ടൂരിൽ ഫെഡറേഷൻ ഏരിയ സമ്മേളനം. സർക്കാർ കരാറുകാരുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കണമെന്നും ആവശ്യം. ഉത്സവത്തിനൊരുങ്ങി പട്ടാമ്പി പടിഞ്ഞാറേ മഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രം. പ്രസിദ്ധമായ ക്ഷേത്രോത്സവം 14 മുതൽ 21 വരെ. ഉത്സവത്തോടനുബന്ധിച്ച് ഞായറാഴ്ച കലവറ നിറയ്ക്കൽ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. ആനുകൂല്യങ്ങൾ ആരുടെയും ഔദാര്യമല്ലെന്നും അർഹതപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കണമെന്നും വി.കെ. ശ്രീകണ്ഠൻ MP. പാവപ്പെട്ടവന്റെ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകണമെന്നും MP ആവശ്യപ്പെട്ടു. പാലക്കാട്ട് നായിഡു ഫാമിലി വെൽഫെയർ അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി.കെ. ശ്രീകണ്ഠൻ. രാജ്യത്ത് സംവരണവും ആനുകൂല്യങ്ങളും ഏർപ്പെടുത്തിയത് പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണാനാണ്. സംവരണത്തിനും ആനുകൂല്യങ്ങൾക്കും കാലോചിത മാറ്റം വേണമെങ്കിലും അർഹതപ്പെട്ടവരെ ഒഴിവാക്കുന്ന നടപടി അംഗീകരിക്കാനാകില്ലെന്ന് വി.കെ. ശ്രീകണ്ഠൻ MP പറഞ്ഞു. ഹിന്ദി തൊട്ട് ജമ്മു കാശ്മീരിലെത്തുമ്പോൾ ഒക്കെ ഭാഷയൊക്കെ മാറി. ഇപ്പോൾ പഞ്ചാബിയായി, കാശ്മീരിയായി, അങ്ങനെ ആസാമിയായി. ഇത് ഒരു രാജ്യത്താണെങ്കിൽ ലോകം മുഴുവൻ എത്ര ഭാഷകളുണ്ട്. അപ്പോൾ വിവിധ സംസ്കാരങ്ങളും ഭാഷകളും നിറഞ്ഞതാണ് മാനവ കുടുംബം എന്ന് പറയുന്നത്. പക്ഷേ എല്ലാവരും മനുഷ്യരാണ്. ആ മനുഷ്യനിൽ യഥാർത്ഥ മനുഷ്യർ ഭൂരിപക്ഷമുണ്ട്. എന്താ യഥാർത്ഥ മനുഷ്യർ എന്ന് വെച്ചാൽ മനുഷ്യൻ കാണിക്കേണ്ട സ്നേഹം, ഏറ്റവും പ്രധാനപ്പെട്ട സ്നേഹം കാണിക്കാൻ ഏറ്റവും കൂടുതൽ കഴിയുക മനുഷ്യനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് ഉണ്ടാകുന്ന സൗഹാർദ്ദം, നമുക്കുണ്ടാകുന്ന സഹാനുഭൂതി, നമുക്കുണ്ടാകുന്ന കരുണ, മറ്റുള്ളവരെയൊക്കെ സഹായിക്കാൻ നമുക്ക് കഴിയും. അപ്പം നല്ല കരുണയും ആർദ്രതയുമുള്ള മനസ്സ്. ജില്ലാ പ്രസിഡന്റ് D. കൃഷ്ണമൂർത്തി അധ്യക്ഷത വഹിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന പ്രസിഡന്റ് KG വേണുഗോപാൽ, ജില്ലാ സെക്രട്ടറി S. കൃഷ്ണമൂർത്തി, R. രാജൻ, മുത്തുസ്വാമി നായിഡു, AV ജയപ്രകാശ്, V. രാമദാസ്, ബാബു, രാധാകൃഷ്ണൻ, അർജുനൻ, സുജിത് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ വിയ്യൂരിലെ ജ്വല്ലറിയിൽ കവർച്ച. 8 കിലോ വെള്ളി ആഭരണങ്ങളാണ് കവർന്നത്. ഷട്ടറിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. വിയ്യൂർ മണലറക്കാവ് ക്ഷേത്രത്തിന് സമീപമുള്ള DK ജ്വല്ലറിയിലാണ് കവർച്ച നടന്നത്. ഇന്നലെ രാത്രിയാണ് സംഭവം. ഷട്ടറിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. തൃശൂർ സിറ്റി ACPയുടെ നേതൃത്വത്തിൽ വിയ്യൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയ ശേഷം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചക്കില സമുദായ ജില്ലാ സമ്മേളനം പാലക്കാട്ട് നടന്നു. ന്യൂനപക്ഷ സമുദായങ്ങൾ അവഗണിക്കപ്പെടുന്ന സ്ഥിതിയിൽ മാറ്റമുണ്ടാകാൻ സംഘടിച്ച് ശക്തരാകുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത വി.കെ. ശ്രീകണ്ഠൻ MP ചൂണ്ടിക്കാട്ടി. തമിഴ്നാടുമായി പാരമ്പര്യ ബന്ധമുള്ളവരും കേരളത്തിൽ സ്ഥിരതാമസക്കാരുമായ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടെങ്കിലും അവയെല്ലാം കിട്ടാത്ത സ്ഥിതിയാണെന്ന് വി.കെ. ശ്രീകണ്ഠൻ MP ചൂണ്ടിക്കാട്ടി. തമിഴ് ന്യൂനപക്ഷങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ ജോലി ലഭിച്ചിരുന്ന സ്ഥിതിയിലും മാറ്റമുണ്ടായി. ആനുകൂല്യങ്ങൾ ഓരോന്നായി ഇല്ലാതാകുമ്പോഴും ന്യൂനപക്ഷങ്ങൾ നിശബ്ദത പാലിക്കുകയാണ്. ശക്തമായ പ്രക്ഷോഭത്തിന് ന്യൂനപക്ഷങ്ങൾ തയ്യാറാകണമെന്നും MP പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും നിങ്ങളുടെ കഠിനമായ പ്രവർത്തനത്തിലും ഇപ്പോൾ ഫലം കാണുന്ന ഒരു കാലഘട്ടമാണ്. എന്താ, മക്കളെ പഠിപ്പിച്ചാൽ അവർ നല്ല മിടുക്കരാവും, അവർക്ക് നല്ല കഴിവുണ്ട്, നല്ല ബുദ്ധിയുണ്ട്. അവരെല്ലാം നമ്മൾ വളർന്നു വരുമ്പോൾ ഈ സമുദായത്തിൻ്റെയും അതുപോലെ നമ്മുടെ എല്ലാം കൂട്ടുകെട്ടിനെയൊക്കെ നല്ല ഉയർച്ച ഉണ്ടാവും. അതുകൊണ്ട് മക്കളെ പഠിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു തലമുറയാണ് ഇപ്പോഴത്തെ തലമുറ. പിന്നെ നാട്ടിൽ
ഈ ഒരുപാട് സാമൂഹ്യ വിപത്തുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആനുകൂല്യ നിഷേധം നിയമസഭയിൽ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പ്രസിഡന്റ് A. സുരേഷ് ആലത്തൂർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി M. മോഹനൻ തെങ്കര, ഡോക്ടർ S. ആറുമുഖൻ, ഹരിദാസ് മാസ്റ്റർ, സെൽവരാജ്, M. മോഹനൻ, ആറുമുഖൻ, ശിവൻ, രാജേന്ദ്രബാബു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. MLA ഫണ്ടുകൾ ഉപയോഗിച്ചുള്ള പ്രവൃത്തികളുടെ ടെൻഡർ സ്വകാര്യ ഏജൻസികൾക്ക് നൽകരുതെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ മുണ്ടൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. മുണ്ടൂർ TNS ഹാളിൽ നടന്ന സമ്മേളനം ഡോക്ടർ P. സരിൻ ഉദ്ഘാടനം ചെയ്തു. കരാറുകാരുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കണമെന്ന ആവശ്യവും സമ്മേളനം ഉന്നയിച്ചു. വരുന്ന ചെറിയ പല സമയങ്ങളിലും വരുന്ന ട്രഷറി നിയന്ത്രണങ്ങൾ നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത്, റേറ്റ് റിവിഷൻ അടക്കം ഏറ്റെടുക്കുന്ന കരാറുകൾക്ക് ഓരോ വർക്കിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് അതിൻ്റെ റേറ്റ് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ പ്രയാസങ്ങളടക്കം നിങ്ങളിതിൽ വിഷയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഫണ്ടുമായി ബന്ധപ്പെട്ട് ആ ഫണ്ട് വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആ ഫണ്ട് ലഭ്യമാകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അപര്യാപ്തതകളെ നിങ്ങളുടെ വർക്ക് എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നും കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ഏരിയ പ്രസിഡന്റ് NA നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. സേതുമാധവൻ മുഖ്യാതിഥിയായിരുന്നു. കണ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. OC ശിവൻ, ലോക്കൽ സെക്രട്ടറി S. നാരായണൻകുട്ടി, വാർഡ് മെമ്പർ V. ലക്ഷ്മണൻ, സുരേഷ് മുണ്ടൂർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ AN ജയപ്രസാദ്, ശ്രീജിത്ത്, ജില്ലാ പ്രസിഡന്റ് M. ശ്രീധരൻ, സെക്രട്ടറി D. ഗോപിദാസൻ, A. സുരേഷ്, വിശ്വനാഥൻ, K. മോഹനൻ, വിനീത്, TP ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നേരത്തെ സമ്മേളന നഗരിയിൽ മുതിർന്ന അംഗം TP ബാലകൃഷ്ണൻ പതാക ഉയർത്തി. ഭാരവാഹികളായി NA നാരായണൻകുട്ടി പ്രസിഡന്റ്, കൃഷ്ണദാസ് കോങ്ങാട് വൈസ് പ്രസിഡന്റ്, സുരേഷ് മുണ്ടൂർ സെക്രട്ടറി, വിനീത് കേരളശ്ശേരി ജോയിന്റ് സെക്രട്ടറി, ശ്രീജിത്ത് പുതുപരിയാരം ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. KSDA പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനവും പൊതുസമ്മേളനവും നടന്നു. കൂറ്റനാട് സെന്ററിൽ നടന്ന പൊതുസമ്മേളനം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടുക, നവകേരളത്തിനായി അണിചേരുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് KSDA പാലക്കാട് ജില്ലാ സമ്മേളനം. സമ്മേളനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം വൈകിട്ട് കൂറ്റനാട്ട് പ്രകടനം നടന്നു. കൂറ്റനാട് ബസ് സ്റ്റാൻഡിൽ സജ്ജമാക്കിയ സീതാറാം യെച്ചൂരി നഗറിൽ നടന്ന പൊതുസമ്മേളനം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കാലം മുമ്പല്ല കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല അതീവ ഗുരുതരമായ ഒരു പ്രതിസന്ധിയെ നേരിട്ടത്. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക്, ഡിവിഷൻ ഫോൾ, പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുന്നത്, അൺഎക്കണോമിക് എന്ന പേരിൽ ആയിരക്കണക്കിന് സ്കൂളുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചത് കേരളത്തിൽ UDF ഗവൺമെന്റിന്റെ കാലത്താണ്. സുദീർഘമായ പോരാട്ടങ്ങളിലൂടെ, സമൂഹത്തിന്റെ ആകെ സംഭാവനകളിലൂടെ ഒക്കെ കെട്ടിപ്പടുത്ത പൊതുവിദ്യാഭ്യാസത്തെ ഒരു മനസാക്ഷിത്വമില്ലാതെ ആയിരക്കണക്കിന് പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടി പൊളിച്ചെടുക്കാൻ UDF ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ നമ്മളെല്ലാം വലിയ ചെറുത്തുനിൽപ്പ് നടത്തി. KSDA ജില്ലാ പ്രസിഡന്റ് K. അജില അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറിമാരായ AK ബീന, MK നൌഷാദ് അലി, വൈസ് പ്രസിഡന്റ് MA അരുൺകുമാർ, നിർവാഹക സമിതി അംഗം K. പ്രഭാകരൻ, സംസ്ഥാന സമിതി അംഗങ്ങളായ K. പ്രസാദ്, L. ഉമാമഹേശ്വരി, M. ഗീത എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി MR മഹേഷ് കുമാർ സ്വാഗതവും സ്വാഗത സംഘം കൺവീനർ PP ഷാജു നന്ദിയും പറഞ്ഞു. ഞായറാഴ്ച പൊതുചർച്ച, മറുപടി, പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കൽ എന്നിവ നടന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കോട്ടായി പഞ്ചായത്തിൽ 2025-26 വാർഷിക പദ്ധതി രൂപീകരണ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. ചെമ്പൈ സ്മാരക ഹാളിൽ നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. സതീഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CR അനിത അധ്യക്ഷത വഹിച്ചു.
പഞ്ചായത്തിലെ പദ്ധതി ആസൂത്രണ ക്ലർക്ക് വിജയകുമാരൻ പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കുഞ്ഞിലക്ഷ്മി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി.ആർ. മഹേഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ രാധാമോഹൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി വിനീത, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ പി രവീന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ എൻ കെ ശശിധരൻ, കെ രാധാകൃഷ്ണൻ, എസ് ഗീത, എം ആർ രജിത, കെ മിനിമോൾ, സി അനിത, വി അംബിക, ലക്ഷ്മിക്കുട്ടി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി എ അജിത സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി ഗ്ലോറിമോൾ ജോൺ നന്ദിയും പറഞ്ഞു. പരിപാടിയിൽ ആസൂത്രണ സമിതി അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഭാരത് യൂത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കൂറ്റനാട്ട് മീറ്റ് ദ ലെജൻഡ് സംവാദ പരിപാടി സംഘടിപ്പിച്ചു. കോഴിക്കോട് MVR ക്യാൻസർ റിസർച്ച് സെന്റർ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ നാരായണൻകുട്ടി വാര്യരുമായി വിദ്യാർത്ഥികൾ സംവാദം നടത്തി. മറ്റെല്ലാം മാറ്റിവെച്ച് രോഗിക്ക് പ്രാമുഖ്യം നൽകുന്ന വ്യക്തിയാകണം ഒരു മെഡിക്കൽ പ്രൊഫഷണലെന്ന് ഡോക്ടർ നാരായണൻകുട്ടി വാര്യർ പറഞ്ഞു. പാരമ്പര്യം എന്നതിലുപരി ജീവിതശൈലി രോഗമാണ് കൂടുതലായി കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പൊ ഞാൻ പണ്ട് മെഡിക്കൽ കോളേജിൽ ഞാൻ എന്റെ പഠനം കഴിഞ്ഞിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ തന്നെ ജോലി ചെയ്യുന്നു. അപ്പം ആ സമയത്ത് ക്യാൻസർ ചികിത്സിച്ചാൽ മാറുന്ന ഒരു അസുഖമാണ് എന്നുള്ള ഒരു ബോധം ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല. അതിന് ഒരു പരിധി വരെ കുറച്ചൊക്കെ അതിന്റെ അകത്തെ ക്യാൻസർ ചികിത്സിച്ചാൽ മാറും എന്ന് നമുക്ക് കാണിച്ചു തന്ന് ഞങ്ങളുടെ ഗുരുനാഥനുണ്ടായിരുന്നു, ഡോക്ടർ സലീം എന്നാണ്, ഡോക്ടർ കെ സലീം എന്നാണ്. അദ്ദേഹം ഇന്നും ജീവിച്ചിട്ടുണ്ട്. കോഴിക്കോട് തന്നെ താമസിക്കുന്നതുകൊണ്ട് വളരെ അനുഭവവും വളരെ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കുന്ന മനുഷ്യൻ. അദ്ദേഹം 92 വയസ്സായപ്പോഴും ഈ 92ാമത്തെ വയസ്സിലും എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും കൂടി അദ്ദേഹം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത്ര വളരെ ജ്ഞാനമുള്ള ഒരു ഗുരുനാഥനാണ്. അപ്പൊ അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ഓങ്കോളജി ഫീൽഡിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം. നല്ല പെരുമാറ്റവും സൗഹൃദവും സമൂഹത്തിന്റെ ഹൃദയം കവരാൻ സഹായകരമാണ്. വിദ്യാർത്ഥികൾക്ക് ഏതു മേഖലയിലും അറിവുണ്ടായിരിക്കണം. അർപ്പണബോധം ഉണ്ടാകണമെന്നും പരിശ്രമിച്ചാൽ എന്തും നേടിയെടുക്കാൻ കഴിയുമെന്നും ഡോക്ടർ നാരായണൻകുട്ടി വാര്യർ പറഞ്ഞു. പുതിയ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഫംഗ്ഷൻസിന് കഴിച്ചിരുന്നതിന് പകരം നമ്മൾ ഇന്ന് ദിവസത്തിൽ 3-4 പ്രാവശ്യം കഴിക്കുന്നത് മാംസാഹാരം. അത് തന്നെ അതിൻ്റെ പാചക രീതിയിൽ വ്യത്യാസം വന്നിരിക്കുന്നു. നമ്മൾ കൺവെൻഷണൽ കുക്കിങ്ങിന് പകരം നമ്മൾ ഇതേപോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നത് നമ്മൾ ഒരുപാട് കൂടിയത് കൊണ്ട് ഇതുപോലെയുള്ള ഇങ്ങനത്തെ പ്രത്യേക രീതിയിലുള്ള പാചകം ഇതെല്ലാം തന്നെ ക്യാൻസറിന് കാരണമാണ്. നാഗലശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു ഭാരത് യൂത്ത് ക്ലബിൻ്റെ മീറ്റ് ദ ലെജൻഡ്. 8ാമത് മീറ്റ് ദ ലെജൻഡ് സംവാദ പരിപാടിയിൽ അഡ്വക്കേറ്റ് രാജേഷ് വെങ്ങാലിൽ സ്വാഗതം പറഞ്ഞു. ഡോക്ടർ ഇ സുഷമ, ഡോക്ടർ മിനി നാരായണൻകുട്ടി, വിനയഗോപാൽ, വിഷ്ണു ഹരിദാസ്, അഭിമന്യു, ദേവി കൃഷ്ണ, അനിരുദ്ധ്, നന്ദനാദേവി, ഗായത്രി കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഉത്സവത്തിനൊരുങ്ങി പട്ടാമ്പി പടിഞ്ഞാറേ മഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രം. 14 മുതൽ 21 വരെയാണ് ക്ഷേത്രോത്സവം. ഉത്സവത്തിന്റെ ഭാഗമായി ഞായറാഴ്ച കലവറ നിറയ്ക്കൽ ആരംഭിച്ചു. പട്ടാമ്പി പടിഞ്ഞാറേ മഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ജനുവരി 14 മുതൽ 21 വരെയാണ് ഉത്സവം. ചടങ്ങുകളുടെ ഭാഗമായി ഞായറാഴ്ച രാവിലെ കലവറ നിറയ്ക്കൽ ആരംഭിച്ചു. ക്ഷേത്രം മേൽശാന്തി സജീവൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് ഭക്തർ വിഭവങ്ങൾ സമർപ്പിച്ചു. ഉത്സവ ദിവസങ്ങളിൽ രാവിലെ വിശേഷ പൂജകൾ നടക്കും. എല്ലാ ദിവസവും നടക്കുന്ന കലാപരിപാടികളിൽ 1000-ഓളം പേർ പങ്കെടുക്കുമെന്ന് ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ വേണുഗോപാലൻ, അംഗങ്ങളായ മോഹൻദാസ്, ഗിരീഷ് എന്നിവർ അറിയിച്ചു. ചൊവ്വാഴ്ച മുതൽ ജനുവരി 14 മുതൽക്ക് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവ ആരംഭം കുറിക്കുകയാണ്. വൈകിട്ട് കൊടിയേറ്റ് ആരംഭിക്കുന്നുണ്ട്. തുടർന്ന് 8 ദിവസം തന്നെ ഈ ക്ഷേത്രം ജനനിബിഡവും വളരെ തിരക്കുള്ള ഒരു ക്ഷേത്രം തന്നെയാണ്. വിവിധ പരിപാടികൾ എന്നുള്ള നിലക്ക് കലാപരിപാടികൾ, മറ്റ് വിവിധ പൂജാകാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്ന ഒരു ക്ഷേത്രം എന്നുള്ള നിലക്ക് അതിൻ്റെ ഉത്സവം അതിഗംഭീരമാക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
14-ാം തീയതി നടക്കുന്ന കൊടിയേറ്റ് നടത്തുന്നത് ബ്രഹ്മശ്രീ ശ്രീധരൻചുപരത്ത് മനക്കൽ ദിവാകരൻ നമ്പൂതിരിപ്പാട്, കാലടി പടിഞ്ഞാറേടത്ത് മനക്കൽ ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട് എന്നിവരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ഉത്സവ ദിവസങ്ങളിൽ വിപുലമായ പ്രസാദഊട്ടുണ്ടാകും. ക്ഷേത്രത്തിൽ ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. വിവിധ ദിവസങ്ങളിലായി വേദിയിൽ കലാപരിപാടികൾ അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ മഹർഷി വിദ്യാമന്ദിർ വാർഷികം വിപുലമായി ആഘോഷിച്ചു. സാഹിത്യകാരൻ ആര്യൻ കണ്ണന്നൂർ ഉദ്ഘാടനം ചെയ്തു. ഗ്യാൻ യുഗ് ദിവസ് 2025 എന്ന പേരിലാണ് മഹർഷി വിദ്യാമന്ദിർ വാർഷികം സംഘടിപ്പിച്ചത്. എഴുത്തുകാരൻ ആര്യൻ കണ്ണന്നൂർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് പി രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് മുഖ്യാതിഥിയായിരുന്നു. പ്രിൻസിപ്പാൾ അനിൽ പിള്ള സ്വാഗതം പറഞ്ഞു. K സിനി, വിനയഗോപാൽ, അജിത് കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1980-83 SSLC ബാച്ചുകളുടെ സംഗമം നടന്നു. പൂർവ്വ വിദ്യാർത്ഥിയും ബിസിനസ്സുകാരനുമായ PM ഷരീഫ് സംഗമം ഉദ്ഘാടനം ചെയ്തു. സംഗമത്തിൽ ഗ്രൂപ്പ് പ്രസിഡന്റ് PA യൂസഫ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. BSNL റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ K വിജയൻ, റിട്ടയർഡ് അധ്യാപകൻ ഉമ്മർ മുള്ളൂർക്കര, വടക്കാഞ്ചേരി ബ്ലോക്ക് മുൻ മെമ്പർ ആയിഷ ഉമർ, സംവിധായകൻ PG ജോൺസൺ, ഭാരവാഹികളായ CM അബ്ദുൾ റസാഖ്, P അഷ്റഫ്, PV അബ്ദുൽ സലാം തുടങ്ങിയവർ സംസാരിച്ചു. ആ വിദ്യാലയത്തിലേക്ക് വന്ന് ഇന്ന് ആ വിദ്യാലയമല്ല അതിൻ്റെ കെട്ടുമട്ടും മാറി നമ്മൾ മുൻകാല അനുഭവങ്ങൾ അയവർക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് വന്ന് കണ്ടപ്പോൾ പലരുടെയും മുഖം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം മാറിയിരിക്കുന്നു. പലരുടെയും മുഖത്ത് വലിയ മാറ്റമില്ല. ഗോദ്രേജും സിസോയൊക്കെ തന്നെ വിപണിയിൽ സജീവമായതുകൊണ്ട് വലിയ മാറ്റമില്ലാതെ ചില ആളുകളെ കാണാനുമുണ്ട്. എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അബ്ദുൾ ജബ്ബാർ സ്വാഗതവും VK രമ നന്ദിയും പറഞ്ഞു. വിവിധ കലാപരിപാടികളുമുണ്ടായി.
പങ്കെടുത്തവർക്കെല്ലാം സംഘാടകർ മൊമെന്റോ സമ്മാനിച്ചു. പഠിക്കുന്ന കാലത്ത് പെട്ടിക്കടയിൽ ലഭ്യമായിരുന്ന മിഠായികളും മറ്റും ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഭാരവാഹികൾ പൂർവ്വ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ആനുകൂല്യങ്ങൾ ആരുടെയും ഔദാര്യമല്ലെന്നും അർഹതപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കണമെന്നും വി.കെ. ശ്രീകണ്ഠൻ MP. പാവങ്ങളുടെ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകണം. പാലക്കാട്ട് നായിഡു ഫാമിലി വെൽഫെയർ അസോസിയേഷന്റെയും ചക്കില സമുദായ കൂട്ടായ്മയുടെയും ജില്ലാ സമ്മേളനങ്ങൾ. ഇരു സമുദായങ്ങളും ഉന്നയിച്ച അവഗണന സംബന്ധിച്ച പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. തൃശൂർ വിയ്യൂരിലെ ജ്വല്ലറിയിൽ കവർച്ച. ഷട്ടറിന്റെ പൂട്ട് തകർത്ത് അകത്തുകടന്ന മോഷ്ടാക്കൾ 8 കിലോ വെള്ളി ആഭരണങ്ങൾ കവർന്നു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. MLA ഫണ്ട് ഉപയോഗിച്ചുള്ള പ്രവൃത്തികളുടെ കരാർ സ്വകാര്യ ഏജൻസികൾക്ക് നൽകരുതെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ. മുണ്ടൂരിൽ ഫെഡറേഷൻ ഏരിയ സമ്മേളനം. സർക്കാർ കരാറുകാരുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കണമെന്നും ആവശ്യം. ഉത്സവത്തിനൊരുങ്ങി പട്ടാമ്പി പടിഞ്ഞാറേമഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രം. പ്രസിദ്ധമായ ക്ഷേത്രോത്സവം 14 മുതൽ 21 വരെ. ഉത്സവത്തോടനുബന്ധിച്ച് ഞായറാഴ്ച കലവറ നിറയ്ക്കൽ ആരംഭിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.